കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രം ദക്ഷൻ യാഗം നടത്തിയതും സതീദേവി ജീവത്യാഗം ചെയ്തതുമായ സ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു. വളപട്ടണം പുഴയുടെ കൈവഴിയായ ഭാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി വിഭജിക്കുന്നു. പുഴയുടെ തെക്കാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം, മറുഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും. ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രവും അക്കരെ കൊട്ടിയൂരിൽ താൽക്കാലിക ക്ഷേത്രവുമാണുള്ളത്. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ 28 ദിവസമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. പണ്ടാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം വരെ ദേവന്മാരുടെ ഉത്സവം, തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം. ഇക്കരെ കൊട്ടിയൂരിൽ പ്രാക്കുഴം എന്ന ചടങ്ങോടെയാണ് ഉത്സവ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാകരുത് എന്നാണ് വൈദിക വിധി. അതിനാൽ ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലത്തെ മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ്. നീരെഴുന്നള്ളത്ത് സംഘം ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് പടിഞ്ഞാറ്റി നമ്പൂതിരിയുടെയും സമുദായി ഭട്ടതിരിപ്പാടിൻ്റെയും ഒറ്റപ്പിലാൻ എന്ന കുറിച്യ സ്ഥാനികൻ്റെയും നേതൃത്വത്തിൽ ഭാവലിയിൽ സ്നാനം നടത്തി കൂവയിലയിൽ തീർത്ഥം ശേഖരിച്ച് അക്കരെ ദേവസ്ഥാനത്തെത്തി ശുദ്ധി വരുത്തും. ചോതി നാളിലെ നെയ്യാട്ടത്തോടെ ഉത്സവം ആരംഭിക്കും. അന്നു സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും പരാശക്തിയുടെ വാൾ എഴുന്നള്ളത്ത് ഇക്കരെയെത്തും. ദക്ഷൻ്റെ തല ഛേദിച്ച വാൾ ചെന്നു വീണ ഇടമാണ് മുതിരേരിക്കാവ് എന്നാണ് വിശ്വാസം. ക്ഷേത്ര സന്നിധിയിലെത്തിയ ഉടൻ നെയ്യമൃത വ്രതക്കാർ അക്കരെ പ്രവേശിക്കും. പടിഞ്ഞേറ്റ് നമ്പൂതിരി, തേടൻ വാരിയർ, നമ്പീശൻ എന്നീ സ്ഥാനീയർ അക്കരെ മൺതാലങ്ങളിൽ വിളക്കുവെക്കും. കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നി ഉപയോഗിച്ച് ചോതി വിളക്ക് തെളിയിക്കും. കഴിഞ്ഞ വർഷം സ്വയംഭൂ മൂടിയ അഷ്ടബന്ധം ആചാര പെരുമയോടെ തുറക്കും. ഈ ചടങ്ങാണ് നാളം തുറക്കൽ. വൈശാഖത്തിൽ പണ്ടാരം എഴുന്നള്ളിപ്പാണ്. കൊട്ടിയൂരിനടുത്ത് മണത്തണരയിലെ കരിമ്പനയ്ക്കൽ ഗോപുരത്തിൽ സൂക്ഷിച്ച ഭണ്ഡാരങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരും. അതിനുശേഷമാണ് നെയ്യാട്ടം. ഈ ചടങ്ങിനു ശേഷമേ സ്ത്രീ ഭക്തർക്കു ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ. ഭക്തർ സമർപ്പിക്കുന്ന ആയിരക്കണക്കിന് ഇളനീരുകൾ മേൽശാന്തി ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യും. ഇതാണ് പ്രസിദ്ധമായ ഇളനീരാട്ടം എന്ന ചടങ്ങ്. ഉത്സവം തുടങ്ങി ആദ്യ 11 ദിവസം ശിവൻ കോപാകുലനാണെന്നാണ് വിശ്വാസം. നീരഭിഷേകം, ഇളനീരഭിഷേകം, കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്യുന്നത് കോപം ശമിപ്പിക്കാനാണ്. ശൈവ സാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി കൂറുമാത്തൂർ ഇല്ലത്തെ മുതിർന്ന കാരണവർ വിഗ്രഹത്തെ ആലിംഗനം ചെയ്യുന്ന രോഹിണി ആരാധന അഥവാ ആലിംഗന പുഷ്പാഞ്ജലി